ഹലോ, വീണ്ടും വലിയൊരു സക്സസ് സ്റ്റോറി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് കേരള PSC പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചറിംഗ് മെക്കാനിക്കൽ പോസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 110 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം വിവിധ കാറ്റഗറിയിലെ സപ്ലിമെന്ററി ലിസ്റ്റ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വലിയൊരു സന്തോഷം, വലിയൊരു വിജയം എന്ന് പറയാൻ ഈ റാങ്ക് ലിസ്റ്റിന്റെ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ഒപ്പം ഈ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പ് ഇടങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കാം. സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്നത് മുഹമ്മദ് ഷമീനാണ്. മുഹമ്മദ് ഷമീനെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പലവർക്കും മുഹമ്മദ് ഷമീൻ ഫെമിലിയർ ആയിരിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ പോസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മുഹമ്മദ് ഷമീൻ ഫസ്റ്റ് റാങ്ക് നേടുകയുണ്ടായി. അപ്പോൾ 2 വർഷക്കാലം മുമ്പായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ഷമീൻ പ്രിപ്പറേഷൻസ് നമ്മളോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സാം ടൈം വരെയും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിജയം ഉറപ്പായിട്ടും മുഹമ്മദ് ഷമീമിന് നേടാൻ സാധിക്കുമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ നമ്മുടെ അക്കാഡമിക്സ് മീറ്റിങ്ങിലൊക്കെ എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ 2 വിജയം അടുപ്പിച്ച് വലിയൊരു നേട്ടമാണ് ടോപ്പ് പൊസിഷനിലൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത്. അപ്പം ഈ വലിയൊരു വിജയം വീണ്ടും ആവർത്തിച്ച മുഹമ്മദ് ഷമീമിന് NS അക്കാഡമിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. 5th റാങ്ക് നേടിയിരിക്കുന്ന ജിഷ്ണു എം ആണ്. 7th റാങ്ക് നേടിയിരിക്കുന്ന ഗ്രേസ് ബോൺ ആണ്. 13th റാങ്ക് നേടിയിരിക്കുന്ന രമീസ് മോൻ ആണ്. 19th റാങ്ക് നേടിയിരിക്കുന്ന മനു എം ആണ്. 23rd റാങ്ക് നേടിയിരിക്കുന്ന അബ്ദുൽ റഹ്മാൻ ആണ്. 30th റാങ്ക് വിപിൽ പ്രഭു ആണ്. 32nd മുഹമ്മദ് അൻവർ. 37 ആസിഫ് അലി ഷെരീഫ്. 38 ആദർശ് എസ്. 41st മഹേന്ദ്ര രാജ് ES. 60th അൻസിൽ. 62nd ഡീനു. 65th സുധിൻ. 66 ജയകൃഷ്ണൻ. 71st അർജുൻ. 72nd ഫവാസ്. 76 ശ്രീലാൽ. 77 സന്ദീപ്. 78 അരവിന്ദ്. 79 ബേസിൽ. 84th അർഫാത്ത്. 88 സജിൽ. 104 രാഹുൽ രവി. 105 ഗ്യാബി. 106 ആഗ്രഹം. ഒപ്പം സപ്ലിമെൻ്ററി ലിസ്റ്റിലും കുറേ അധികം സ്റ്റുഡൻസ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 110 പേരിൽ 25ഓളം ഉദ്യോഗാർത്ഥികൾ NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 20ഓളം ഉദ്യോഗാർത്ഥികൾ NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ വലിയൊരു വിജയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. എത്രയും വേഗം നിങ്ങളുടെ അഡ്വൈസ് ലഭിച്ച് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇവരെ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഫാക്കൽറ്റീസ് ഇട്ട എഫേർട്ട് വലുതാണ്. ഇപ്പോൾ നമ്മുടെ മെൻറ്ററായിട്ടിരുന്ന ജെയ്സൺ സാറ്, ഫാക്കൽറ്റീസ് ആയിരുന്ന അനീസ് സാറ്, നിഖിൽ സാറ്, രാജശ്രീ മിസ്, ശ്രീകല മിസ്, ഇവരോടെല്ലാം നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. 2021 ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 2 വർഷ കാലയളവിന് ശേഷമായിരുന്നു PSC ഇതിൻ്റെ എക്സാം നടത്തിയത്. ഇപ്പോൾ ഈ 2 വർഷ കാലയളവോളം NS അക്കാഡമി ഇത്രയും സ്റ്റുഡൻസിനെ നമ്മുടെ പല ബാച്ചുകളിൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ കോഴ്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 7 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോക്ക് എക്സാംസുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എക്സാം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം മോഡൽ എക്സാംസ് ഒക്കെ നമുക്ക് നടത്താൻ സാധിച്ചു. അന്നേരം എല്ലാം തന്നെ നമ്മുടെ ടോപ്പ് പെർഫോമേഴ്സും നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് ഈ എക്സാംസിലൊക്കെ പങ്കെടുക്കുകയും അവരുടെ റാങ്ക് ലിസ്റ്റിൽ അവരുടെ പൊസിഷൻസ് മേലോട്ട് കൊണ്ടുവരാനുള്ള കാര്യമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോഴും നിരന്തരമായിട്ടുള്ള ഈ ഒരു ശ്രമമാണ് സ്റ്റുഡൻസിന് ഇങ്ങനെ വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതേപോലെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. പോളിടെക്നിക് ലെക്ചർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ തന്നെയാണ് കവർ ചെയ്തത്. ഇതേപോലെയുള്ള ഒരു വലിയ വിജയമായിരുന്നു. റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഒപ്പം ടോപ്പ് പൊസിഷൻസ് അവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും എല്ലാം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചരിത്ര വിജയം വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെ ആവർത്തിക്കാൻ സാധിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് ഈ ഒരു നമ്മൾ നടത്തി വരുന്ന കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ്, പിന്നെ അവരെടുക്കുന്ന അവരുടെ ഹാർഡ് വർക്ക്, പിന്നെ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന മെൻറ്റേഴ്സും ഫാക്കൽറ്റീസും, ഇങ്ങനൊരു കൂട്ടായ ശ്രമമാണ് വീണ്ടും നമുക്കിങ്ങനൊരു വലിയ ചരിത്ര വിജയം ആവർത്തിക്കാൻ സാധിക്കുന്നത്. ഒപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ഇതേപോലുള്ള വിജയം നിങ്ങൾക്കും ആവർത്തിക്കാൻ സാധിക്കും. നന്നായിട്ടുള്ള ഒരു ഗൈഡൻസും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നമ്മളോടൊപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിൻ്റെ എല്ലാ സക്സസ് സ്റ്റോറിയും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും എല്ലാം നമ്മുടെ വെബ്സൈറ്റ്സിലും യൂട്യൂബിലും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കാണുന്ന ലിങ്ക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ടും എക്സാമിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, എന്തെങ്കിലും ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ PSC വിളിക്കാനിരിക്കുന്ന ഇനിയുള്ള നോട്ടിഫിക്കേഷൻസോ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഒപ്പം കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ പേഴ്സണലി
കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.